വ്യൂവേഴ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരു വ്ളോഗ് ചെയ്യാമെന്ന് തന്നെ വിചാരിച്ചു. അറിയില്ല എത്രത്തോളം സക്സസ് ആവുമെന്ന്. കാരണം ഞാൻ പലപ്പോഴും ഈ വ്ളോഗ് ചെയ്യുമ്പോൾ ആകെ 1-2 വ്ളോഗേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അത് ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ മറന്നു പോകാറുണ്ട്. ചില മൊമെൻറ്റ്സ് എല്ലാം ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് മറന്നു പോകും. എനിക്ക് ഒരുപക്ഷെ ശീലമില്ലാത്തതുകൊണ്ടായിരിക്കാം. അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ മാക്സിമം നോക്കും. അപ്പോൾ ഇന്ന് ഞാൻ ചായയൊന്നും കുടിച്ചില്ല, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണത്രേ. അതിനുശേഷം നമ്മളൊന്ന് എൻ്റെ ഒരു റിലേറ്റീവിൻ്റെ വീടുണ്ട്, അവിടത്തേക്കൊന്ന് പോകണം. പിന്നെ ഈവനിങ് എനിക്കൊരു മാരേജിൻ്റെ ഒരു ചെറിയൊരു പരിപാടി, മാരേജ് ഫങ്ഷൻ, ഒരു തലേന്നത്തെ ദിവസമാണ്. അപ്പോൾ അവിടത്തേക്കൊന്ന് പോകണം. രണ്ടും കൂടി ഒരുമിച്ച് ഇടണോ അല്ലെങ്കിൽ സെപ്പറേറ്റ് ഇടണോ എന്നറിയില്ല, നോക്കട്ടെ. കണ്ടന്റ് എത്രയോളം കിട്ടുമെന്ന് അറിയുന്നില്ല. അപ്പം നമുക്ക് ഡെയിലി വ്ളോഗിലേക്ക് കിടക്കാം. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. അയ്യോ, പുട്ടും കടലക്കറിയാണ്, പിന്നെ ഒരു ബ്ലാക്ക് ടീ. അയ്യോ, ആരും തെറ്റായിരിക്കരുത് ഇത്ര വരെ എടുത്തത്, കാരണം ഭയങ്കര ചൂട്, അതുകൊണ്ട് ഞാൻ കുറച്ച് എടുത്തുള്ളൂ. എനിക്ക് കട്ടൻ ചായ ഭയങ്കര ഇഷ്ടമാണ്. കുറച്ചധികം മധുരം കൂടിപ്പോയി, പക്ഷെ കുഴപ്പമില്ല, മധുരം കൂടിയാൽ എനിക്കിഷ്ടം തന്നെ. പുട്ടും കടലക്കറിയും. പുട്ടും കടല ഞാൻ എവിടെയാണ് നോക്കേണ്ടതിലൊരു ചെറിയ കൺഫ്യൂഷൻ. യെസ്, നൈസ്. ഓക്കെ, ഇനിയിപ്പോൾ ഞാൻ ഫുഡൊന്ന് കഴിക്കട്ടെ. അതിന് ശേഷം റെഡി ആയിട്ട് നിങ്ങളെ വന്ന് കാണാം. ഓക്കെ, ഹലോ. അപ്പം നമുക്ക് പോയിട്ട് റെഡി ആയാലോ? ഞാൻ ഫുഡൊക്കെ കഴിച്ചിട്ട് വന്നു. അപ്പം ഞാൻ ഇന്ന് ഇടാൻ പോകുന്ന ഒരു ഡ്രസ്സ് ഞാൻ നിങ്ങളെ കാണിക്കാം. ഞാൻ മീഷോന്ന് വാങ്ങിച്ചതാണ്. ഒരു മസ്റ്റർഡ് യെല്ലോ ടോപ്പ്. പിന്നെ ടോപ്പ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഞാനൊരിക്കൽ ഇത് ഇട്ട് നോക്കിയായിരുന്നു. അപ്പോൾ ഈ മസ്റ്റർഡ് യെല്ലോ ബ്ലാക്ക് നല്ല എന്താ പറയുക, കത്തി നിൽക്കും. അതുകൊണ്ടാണ് ഞാനിത് വാങ്ങിച്ചത്. അപ്പോൾ ഞാൻ വേഗം പോയി റെഡി ആയിട്ട് വരാം. ഹലോ, വെൽക്കം ബാക്ക്. ഒരു കൊതു ഇങ്ങോട്ട് പറന്നു പോയല്ലേ. അപ്പം ഞാൻ റെഡി ആയിട്ടുണ്ട്. ഹലോ, അപ്പം നമ്മൾ റെഡി ആയിട്ടുണ്ട്. അമ്മ എന്തേലും പറയാനുണ്ടോ? എങ്ങനെയുണ്ട് ഈ ചുരിദാർ അടിച്ചിട്ട്? നല്ലുണ്ട്. ഇട്ടിട്ട് എങ്ങനെയുണ്ട് ഗൈസ്? ഇത് ഓർമ്മയുണ്ടോ? സർപ്രൈസ് ആക്കിയതാണ്. അപ്പോൾ എന്നാൽ പിന്നെ നമുക്ക് പോവാം. ഷാൽ വി ഗോ? അനിയത്തി ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, എന്നാ ഇറങ്ങാം. പിച്ചുട്ടി, ടാറ്റാ, ബായ്. ഇങ്ങ് വാ. എപ്പോഴും നിങ്ങൾ വിചാരിക്കും എപ്പോഴും എൻ്റെ അനിയത്തി പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അന്നേതോ ലാസ്റ്റ് ഞാനൊരു ഷോർട്സ് ഇട്ടപ്പോൾ അതിൽ ഇവള് പഠിക്കുകയായിരുന്നു. ബായ്. ഓക്കെ, നമുക്ക് റെയിൽ ഒരു പ്രധാന ഘടകമാണ്. ഞാൻ ഓഫീസിൽ പോകുമ്പോഴും എനിക്ക് റെയിൽ കിടക്കണം. പിന്നെ എൻ്റെ വീടിൻ്റെ അടുത്ത് ഇപ്പം ആണെങ്കിലും റെയിൽ കിടക്കണം. ഗൈസ്, ഇത് ശ്രദ്ധിച്ച അമ്മയുടെ മുടിയിൽ ആ ഒരു കളർ ചേഞ്ച് കണ്ടില്ലേ? ആദ്യം ഭയങ്കര വെള്ള നിറത്തിലുള്ള മുടിയായിരുന്നു ഫുള്ള്. ഇപ്പം ഞാൻ ഹെന്ന പൗഡർ യൂസ് ചെയ്തിട്ടാണ് ഇങ്ങനെ ഒരു കളറൊക്കെ എടുത്തത്. ഇവിടെ മറ്റേ പൂത്താലി ഉണ്ടാവാറില്ലേ, ആമ്പൽ. എനിക്ക് ഓർമ്മയുണ്ട് ആ തോട്, പക്ഷെ ഇതിൽ കിട്ടൂല. തോട് ചെറുതായ പോലെയുണ്ട്. അതെ ഇപ്പം ചെറുതായിട്ടുണ്ടാവും. ആൾക്കാർ നമ്മൾ ചിലപ്പോൾ ഞാൻ വലുതായിട്ടായിരിക്കും, അറിയില്ല. അത് കാലക്രമേണ തോടെല്ലാം ഇങ്ങനെ ചെറുതാവും. ആൾക്കാരെ സ്ഥലം കൂടി വരുമല്ലേ. കൊള്ളാം, നൈസായിട്ടുണ്ട് കേട്ടോ ചുരിദാർ. വഴിയൊന്നും ഓർമ്മയില്ല അല്ലേ? കുറേ നാളായില്ല ഇങ്ങോട്ടേക്ക് വന്നിട്ട്. അതാണ് വീട്. ഈ കിണറാന്ന് ഞാൻ എപ്പോഴും എന്താ പറയുക, ഞാൻ ഉന്നം വെക്കുക. ഇതാണ് ഇവരെ വീട്. ഈ ചെടിയൊന്നും ഇറങ്ങിയിട്ട് വീട് കാണാൻ പറ്റുന്നില്ലല്ലോ. നമ്മൾ അവരോട് പറയാണ്ടാണ് വരുന്നത്.
ഇതാ ഗേറ്റെല്ലാം തുറന്നിട്ട് തന്നെയുണ്ട്, അതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല. അയ്യോ ആരും ഇല്ലേ? ജനലും വാതിലും തുറന്നിട്ടിട്ടുണ്ട്. അവർ ഞെട്ടും. വീട്ടിൻ്റെ പേര് പ്രണവം. ഇങ്ങോട്ട് നോക്കിയേ, കുമ്പിടി അവിടെയും ഇവിടെയും. ലൈറ്റിൽ അമ്മ ഭയങ്കര ഡള്ളായിട്ട് കാണും ഈ ലൈറ്റിൽ. പാപ്പ നമുക്ക് ഫുഡ് കഴിക്കാം. അപ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് ഓട്ടോൻ്റെ സൗണ്ട് അല്ലേ. ഓക്കെ, അപ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് കുറേ നേരം സംസാരിച്ചു. എൻ്റെ കുറേ കഥയൊക്കെ കേട്ട് അതൊന്നും എനിക്ക് വ്ളോഗിലെടുക്കാൻ പറ്റില്ല. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, ചില മൊമെൻറ്റ്സ് ഒന്നും ഞാൻ ക്യാപ്ചർ ചെയ്യാൻ മറന്നു പോകുന്നു. വേറൊരു പരിപാടി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, അത് വേറൊരു വ്ളോഗിൽ കാണിക്കുകയാണോ വേണ്ടത്, അല്ല ഇതിൽ കാണിക്കണോ എന്ന് വെച്ചാൽ ഞാൻ വിചാരിക്കുന്നത് ചെറിയ ചെറിയ വ്ളോഗ് എടുക്കാമെന്നാണ്. കാരണം ഒരുപാട് എടുത്തു. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് മാടായിപ്പാറയിലാണ്. ഇവിടെ സൺസെറ്റാണ്, അടിപൊളി വൈബാണ്. അപ്പോൾ ഞാനാണ് ലേറ്റായിട്ട് എത്തിയത്. ബാക്കി എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. എവിടെയാണെന്ന് അറിയില്ല, ഇവിടെ കണ്ടുപിടിക്കണം എവിടെയാണെന്നൊക്കെ നോക്കാം. ഇവിടെ പലതരം ഫോട്ടോഷൂട്ടുകളാണ്. ബ്രൈഡൽ ഫോട്ടോഷൂട്ട് ഉണ്ട്, ചില സ്ഥലത്ത് മറ്റേ സേവ് ദ ഡേറ്റ് നടക്കുന്നുണ്ട്, പലതും ഉണ്ട്. അടിപൊളി വൈബ്. ഞാനില്ലേ ഇപ്പൊ ഒന്നും സംസാരിക്കുന്നില്ല, ജസ്റ്റ് വീഡിയോ മാത്രം എടുക്കാം എല്ലാരും. ഓക്കെ, രണ്ടാമത്തെ ഒന്ന് എല്ലാരും ഒന്ന് നിന്നേ. അന്നേരം മൊത്തം കാണണ്ടേ. അയ്യോ, ഇപ്പുറത്തെ ഭാഗം വന്ന് നിൽക്കുക. ഉള്ളത് മാടായിപ്പാറയിലാണ്. മാടായിപ്പാറയുടെ ഒരു എഡ്ജിലാണ് ഉള്ളത് അല്ലേ. ഇവിടെ നമ്മൾ ഈ കാണുന്ന പുഴ എന്താ, അത് ഏത് പുഴയാണ്? പഴയങ്ങാടി പുഴയാണ്. പിന്നെ ഇത് ഇവിടെ എല്ലാവരും ഉണ്ട്. കതി ചേച്ചി ഉണ്ട്, രമ്യ ചേച്ചി, പിന്നെ ദേവിക ഒരു മുഖം തന്നെ, കണ്ണു മാത്ര, കയ്യാ. ഇനി നിമില ചേച്ചി ഇവിടെ ഒന്ന് ഇങ്ങോട്ടേക്ക് നോക്കുക. ഡ്രസ്സിനെ പറ്റി പറ. ഇപ്പൊ പറഞ്ഞത് ഒന്നുകൂടെ പറ. +2 വാങ്ങിച്ചടിച്ചതാ അതിന്റെ സെൻഡ് ഓഫ് പരിപാടിക്ക്. എങ്ങനെയുണ്ട് അപ്പൊ ഡ്രസ്സ്? താങ്ക് യു.